ഹായ് ഓൾ, വെൽക്കം ടു നൈല സ്മോം. ഒരു അടിപൊളിയായിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുവിധം എല്ലാ ഫാബ്രിക്കും യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാത്തവരാണെങ്കിലും നമുക്ക് ഡിസൈൻ കാണിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാമല്ലോ. 2.5 വയസ്സായ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്ററോളം തുണി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ ഓൾറെഡി കട്ട് ചെയ്തെടുത്തതാണ് ഈ പീസ്. ഇത് നമുക്ക് ഇതിൽ ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ 4.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് അളവ് നമ്മൾ നോർമൽ എടുക്കണേക്കാട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കാം. സെയിം വീതി തന്നെ മതി നമുക്ക് താഴേക്കും. നെക്ക് 2.25 ഇഞ്ച് വീതി, 2 ഇഞ്ച് ഡെപ്ത്ത്. അത് റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമുക്കൊരു ചെറിയ കട്ടിങ് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി ബാക്കി ഭാഗത്തുനിന്ന് സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒരു 3.5 ഇഞ്ച് വീതിയിൽ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പിന്നെ പറയാം. ബാക്കി ഭാഗം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. സ്ലീവ്സിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചാണ്. ലെങ്ത്തും അതേ 9 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4.5 ഇഞ്ചോളം മാറിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 4.5 ഇഞ്ച് മാറി ആ മാർക്കിലേക്കാണ് നമുക്ക് ഇതുപോലെ കർവായിട്ട് വരച്ചു കൊടുക്കാനുള്ളത്. നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് വേണം നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ലെങ്ത്ത് കിട്ടുന്ന ഭാഗം ഇതുപോലെ മടക്കിയിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ പീസേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള പീസ് കിട്ടും. ഈ ഒരു രീതിയിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്ട്രൈറ്റ് പീസായിട്ട് കിട്ടും. നെക്സ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമ്മളിവിടെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിന് ഈ കട്ടിങ്ങിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ വേണമെങ്കിൽ പിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുമ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുക്കാം. ഉൾഭാഗത്തുനിന്ന് നമുക്കതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കണം. ഈ ഭാഗം നമുക്ക് ബാക്കിലോട്ട് മടക്കിയിട്ട് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ വരും. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതുപോലെ നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ക്രോസ് പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല സ്ട്രൈറ്റ് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ടിങ് വരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് നല്ല വശത്തേക്ക് ഇതെടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് ഈ തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഓപ്പണിങ് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യണതുള്ളൂ. ബാക്കി ഭാഗം അതുപോലെ കിടക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ 2 തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം. താഴെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഓൾറെഡി ആദ്യം മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സ് ഇതുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ്സിൽ ഇതുപോലെ ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് 3-4 ലൈൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ 4 ലൈൻസാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ടോപ്പിൻ്റെ സെൻറ്ററിനോട് ചേർത്ത് വെച്ചിട്ട് ചുറ്റും ഞെറികൾ വരുന്ന വിധം ഇതുപോലെ കുഞ്ഞു നരി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഞാനിവിടെ മടക്കി തയ്ക്കുക ചെയ്തിട്ടുള്ളത്. റോൾഡ് ഹെം ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി ഒരു 3.5 ഇഞ്ച് വീതിയിൽ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചൊരു പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡബിളാണ് വേണ്ടത്. നമ്മൾ ടോപ്പിൻ്റെ അടിഭാഗത്ത് വീതിനേക്കാളും ഡബിൾ വേണം. ഇതിൻ്റെ ഒരു ഭാഗം ഞാനിത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലൊരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാറിയിട്ട് ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് 1/2 ഇഞ്ചിൽ താഴെ ഗ്യാപ്പ് വെച്ചിട്ട് 5 ലൈൻസ് സ്ലീവിൽ വെച്ച പോലെ നമുക്ക് കൊടുക്കാം. അതുപോലെ ഉണ്ടാവും. ഇനി നമ്മുടെ വേസ്റ്റ് അളവിനേക്കാളും ഒരു 2 ഇഞ്ച് കുറവായിട്ട് 2-3 ഇഞ്ച് കുറവായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ 20 ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ നമ്മളൊരു 17 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും ഈക്വലായിട്ട് വരുന്ന വിധത്തിൽ ഇതിൻ്റെ 2 സൈഡും ഒന്ന് ചേർത്ത് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. 2 സൈഡിലും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇലാസ്റ്റിക് ലൈന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കൂടെ തന്നെ നമുക്കൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതുപോലെ ലേസൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ബട്ടൺസിൽ ഇതുപോലെ കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.